ജമ്മുകശ്മീരിലെ ലേ ലഡാക്കിലേക്കുള്ള മാതൃഭൂമി യാത്രയുടെ സഞ്ചാരം തുടരുകയാണ്. ദേശീയപാത 1D അപകടകരമായ സൗന്ദര്യം ആസ്വദിച്ച് ഫോത്തുല്ല നമിക്ല പാസുകൾ താണ്ടി ലാമയുരുവിലെ കാഴ്ചകൾ കണ്ട് മാഗ്നറ്റിക് ഹില്ലും കടന്ന് മുന്നോട്ട്. ലക്ഷ്യം ലേ ആണ്. കാരക്കോറം ഹിമാലയൻ മേഖലകളുടെ മധ്യത്തിലായി ഇൻഡസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമായ ലേ. മാർഗം ഒട്ടും സുന്ദരവും സുഗമവുമല്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന വചനത്തിൽ വിശ്വസിച്ച് ദുർഘട പാതകൾ താണ്ടി മാതൃഭൂമി യാത്ര മുന്നോട്ട് സഞ്ചരിക്കുന്നു. യാത്രയിലെ സാഹസികത അനുഭവിച്ചറിയാൻ ഈ വഴികൾ ധാരാളമാണ്. മലയിടിച്ചിലോ മണ്ണിടിച്ചിലോ അല്ല, മറിച്ച് മഞ്ഞിടിച്ചിലാണ് ഇവിടെ റോഡുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. മഞ്ഞുപാളികൾ റോഡിലേക്ക് വന്നു പതിക്കുന്നു. അത് വെട്ടിമാറ്റി വേണം വഴി തെളിക്കാൻ. പക്ഷേ മഞ്ഞുതിട്ട ഉരുകി സദാസമയവും വെള്ളം റോഡ് മുറിച്ച് ഒഴുകിക്കൊണ്ടിരിക്കും. എത്ര ടാർ ചെയ്താലും അത് സ്ഥിരമായി നിൽക്കില്ല. മഞ്ഞുവെള്ളം അതെല്ലാം ഒഴുക്കിക്കളയും. ഈ മേഖലയിലെ റോഡിന്റെ പരിതാപകരമായ അവസ്ഥയുടെ ഒരു കാരണവും അതാണ്. റോഡിൽ പലയിടത്തും അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. പൊതുവെ റോഡിന് വീതി കുറവാണ്. ഒരു വശത്ത് ചെങ്കുത്തായ കുന്ന്, മറുവശത്ത് അഗാധമായ കൊക്ക. മലയിടുക്കുകളിലൂടെ വളഞ്ഞു പുളഞ്ഞ് കയറിപ്പോകുന്ന റോഡ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ദൂരെ നിന്ന് വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് കയറി വരുന്നു. നദിയാണ് റോഡിന് വഴികാട്ടുന്നത്. മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന നദീതീരത്തുകൂടിയാണ് ഇവിടെ കൂടുതലായും റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലയിടത്ത് നദി മുറിച്ചു കടക്കണം. ഒരിടത്ത് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പാലത്തിലേക്ക് കയറുന്നിടത്ത് ചെറിയൊരു ഗതാഗതക്കുരുക്ക്. പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് തകിട് അപകടകരമാം വിധം ഇളകിയിരിക്കുന്നു. ഉയരവും വീതിയുമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാം. എന്നാൽ ചില വാഹനങ്ങൾക്ക് ഇതിലെ കടന്നുപോക്ക് ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ ടയർ തകിടിൽ കയറിയാൽ ചിലപ്പോൾ ടയർ പൊട്ടിപ്പോയേക്കാം. പാലം നന്നാക്കണമെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഉദ്യോഗസ്ഥരെത്തണം. മറ്റു വാഹനങ്ങളിൽ വന്ന ചിലരുടെ കൂടി സഹായത്തോടെ കല്ലുകളും മറ്റും അടുക്കി വാഹനം കടന്നുപോകാൻ താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മുന്നോട്ട് കടന്നപ്പോൾ നിലവാരമുള്ള റോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. അതും നദിക്കരയിലൂടെയാണ്. യാത്രാപഥങ്ങളിൽ ചിലയിടത്ത് ചെറുഗ്രാമങ്ങളും കണ്ടു. പാറക്കെട്ടുകൾക്കിടയിലൂടെയും മറ്റും നിരപ്പായ റോഡ് കടന്നുപോകുന്നു. വേറൊരിടത്ത് കടന്നുവന്ന റോഡിന്റെ മനോഹാരിത മനം കുളിർപ്പിക്കുന്നതാണ്. മുന്നോട്ടുള്ള കാഴ്ചകൾ വിജനതയും തരിശുഭൂമിയും എല്ലാം ചേർന്ന് മറ്റേതോ രാജ്യത്തെത്തിയ പ്രതീതി സമ്മാനിക്കുന്നു. പഴയൊരു കമ്പ്യൂട്ടർ ഗെയിമിലെ നിരപ്പായ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന അനുഭൂതി. പാത ലേ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങുന്നു.
വലിയൊരു കവാടം കടന്നു വേണം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ. ലേയിലെ സുന്ദരമായ കാലാവസ്ഥ ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ചുറ്റിനും തല ഉയർത്തി നിൽക്കുന്ന മലകൾക്ക് നടുവിൽ നിരപ്പായ ഭൂമിയായി ലേ പരന്നു കിടക്കുന്നു. പതിനാറ് 17 നൂറ്റാണ്ടുകളിലെ ബുദ്ധസ്മാരകങ്ങളും മുസ്ലിം പള്ളികളും കൊണ്ട് സമ്പന്നമാണ് ലേ. പഴയ പട്ടണവും പുതിയ പട്ടണവും എന്നിങ്ങനെ ലേയെ രണ്ടായി തിരിക്കാം. ദൂരക്കാഴ്ചയിൽ തന്നെ പഴയതും പുതിയതും പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലേയിലെ ജനസംഖ്യ കേവലം 30,870 മാത്രമാണ്. 45,100 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ലേ ജില്ല രാജ്യത്തെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നുകൂടിയാണ്. പക്ഷേ ഇതിന്റെ നല്ലൊരു പങ്കും തരിശുഭൂമിയും മഞ്ഞുമലകളുമാണെന്ന് മാത്രം. മാർച്ചിനും ജൂണിനും ഇടയ്ക്കുള്ള വേനൽക്കാലത്ത് പ്രസന്നമായ കാലാവസ്ഥയായിരിക്കും ലേയിൽ. അപ്പോൾ ശരാശരി താപനില 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്ക് മാത്രമാണ്. എന്നാൽ തണുപ്പുകാലം ഇവിടെ അസഹനീയമാണ്. -28 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴും. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഇക്കാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയും പ്രദേശത്തുണ്ടാവുന്നു. ലേയിലെ ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗം ബുദ്ധിസ്റ്റ് സന്യാസിമാരും ഹൈന്ദവരും ലാമമാരുമാണ്. ആദ്യകാലത്ത് കശ്മീർ താഴ്വരയിൽ നിന്ന് കച്ചവടത്തിനായാണ് മുസ്ലിങ്ങൾ ലേയിലേക്ക് എത്തിയതെങ്കിൽ പിന്നീട് വിനോദസഞ്ചാര വ്യവസായമായിരുന്നു അവരുടെ വരവിനു പിന്നിൽ. ലേയിലെ ജനസംഖ്യയിൽ നല്ലൊരു പങ്ക് ആളുകളും ഇത്തരത്തിൽ കുടിയേറി എത്തിയവരാണ്. വിദേശികളെ ധാരാളമായി ഇവിടെ കാണാം. വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ലേ. ഇവിടുത്തെ കുഷോക് ബക്കുള റിംപോച്ചെ വിമാനത്താവളത്തിലേക്ക് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് എല്ലാ ദിവസവും വിമാന സർവീസുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഘടപാതകൾ താണ്ടാതെയും സഞ്ചാരികൾക്ക് ലേയിലെത്താനാകും. വർഷങ്ങൾ കൊണ്ട് ലേ നഗരം മധ്യേഷ്യയിലെ ഒരു വ്യാപാര കേന്ദ്രമായി വളരുകയും നിരവധി സംരംഭകർക്കും കച്ചവടക്കാർക്കും വ്യാപാര സാധ്യതകൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും വ്യാപാര ബന്ധങ്ങളിൽ വലിയൊരു പങ്ക് ഒരു കാലത്ത് ലേ പട്ടണത്തിനുണ്ടായിരുന്നു. ടിബറ്റുമായി ചേർന്ന് കിടക്കുന്നതിനാൽ ജീവിത രീതികളിലും സംസ്കാരത്തിലും ടിബറ്റൻ പാരമ്പര്യമാണ് ലേയിലെ ജനങ്ങളിൽ കാണാനാവുക. ഷോപ്പിംഗിൽ താൽപ്പര്യമുള്ള യാത്രക്കാർക്ക് ടിബറ്റൻ കരകൗശല വസ്തുക്കളായ ആഭരണങ്ങളും ശൈത്യകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളും കൈകളാലും യന്ത്രങ്ങളാലും നിർമ്മിച്ച കാർപ്പറ്റുകളും ഈ നഗരത്തിൽ നിന്ന് വാങ്ങിക്കാം.